സ്ട്രോക്ക് ബ്രഹ്മോസ് ഇന്തോനേഷ്യക്ക് വിൽക്കും. ഈ മണിക്കൂറിലെ ഒരു സുപ്രധാന ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് പോകുന്നത്. ബ്രഹ്മോസ് വാങ്ങുന്ന മൂന്നാമത്തെ രാജ്യമായി ഇന്തോനേഷ്യ മാറാനൊരുങ്ങുന്നു. മോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം, എല്ലാ കണ്ണും ഇന്തോനേഷ്യയിലേക്ക്. ബ്രഹ്മോസ് വിൽക്കാൻ കരാറായി. ഇന്ത്യൻ മാസ്റ്റർ സ്ട്രോക്ക് ബ്രഹ്മോസ് വാങ്ങുന്ന മൂന്നാമത്തെ രാജ്യമായി ഇന്തോനേഷ്യ മാറുകയാണ്. പ്രതിരോധ വ്യാപാരത്തിലൂടെ തന്നെ ഇന്ത്യൻ ഖജനാവ് നിറയ്ക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കുന്ന താരമായി മാറാനൊരുങ്ങുകയാണ് ബ്രഹ്മോസ്. ഇതോടുകൂടി തന്നെ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം പുതിയ ഉയരങ്ങളിലേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനത്തിനിടെ തന്നെ പ്രതിരോധം, സാങ്കേതിക വിദ്യ, തിരഞ്ഞെടുപ്പ് സംവിധാനം, സമുദ്ര സഹകരണം തുടങ്ങി നിരവധി മേഖലകളിൽ നിർണായക കരാറുകളാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ഇതോടൊപ്പമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും മാസ്റ്റർ സ്ട്രോക്ക് എന്നറിയപ്പെടുന്ന ബ്രഹ്മോസ് ആകട്ടെ ഇന്തോനേഷ്യയിലേക്ക് എത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. അത് മാത്രമല്ല, ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിനും ഇൻഡോ പസഫിക് മേഖലയിലെ ശക്തി സമവാക്യങ്ങൾക്കും പുതിയ ദിശ നൽകുന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം ഇതാകട്ടെ ഇന്ത്യയുടെ അഭിമാന സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് ആകട്ടെ ഇന്തോനേഷ്യ സ്വന്തമാക്കുന്നു എന്നത് തന്നെയാണ്. ഇതിനോടൊപ്പം തന്നെ ഇന്ത്യ വികസിപ്പിച്ച അസ്ത്ര എയർ ടു എയർ മിസൈലും ഇന്തോനേഷ്യയ്ക്ക് ലഭിക്കും. ഇന്ത്യൻ പ്രതിരോധ കയറ്റുമതിയിൽ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായി തന്നെ ഈ കരാറിനെ കണക്കാക്കാൻ സാധിക്കുകയാണ്. ഏകദേശം $630 മില്യൺ മൂല്യമുള്ള പ്രതിരോധ സഹകരണം എന്നതിനാണ് ഇവിടെ ഏറ്റവും കൂടുതലായി വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പ്രതിരോധ സഹകരണത്തിൽ മാത്രം ഒതുങ്ങുന്നതാകില്ല ഈ ഒരു പുതിയ ബന്ധം. ഇന്തോനേഷ്യയുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ, അതായത് EVM വികസിപ്പിക്കാൻ ഇന്ത്യ സാങ്കേതിക സഹായവും നൽകും. മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യപരമായ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തോടുള്ള അന്താരാഷ്ട്ര വിശ്വാസത്തിന്റെ മറ്റൊരു ഉദാഹരണമായി ഇതിനെ വിലയിരുത്താൻ സാധിക്കുകയാണ്. അതോടൊപ്പം തന്നെ സമുദ്ര സുരക്ഷയിലും ഇരു രാജ്യങ്ങളും സഹകരണം ശക്തമാക്കും. മലാക്ക കടലിടുക്കിന് സമീപമുള്ള തന്ത്രപ്രധാനമായ സബാംഗ് തുറമുഖ വികസന പദ്ധതിയും വീണ്ടും സജീവമാകാൻ ധാരണയായിരിക്കുകയാണ്. ഇൻഡോ പസഫിക് മേഖലയിലെ വ്യാപാര പാതകളിലൂടെയും സമുദ്ര സുരക്ഷയിലൂടെയും തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ തീരുമാനം വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിർണായക ധാതുക്കൾ, കാർഷികം, ഉരുക്ക് നിർമ്മാണം, സമുദ്ര സാമ്പത്തികം, ദുരന്ത നിവാരണം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലും നിരവധി കരാറുകൾ ഒപ്പുവയ്ക്കും. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള വ്യാപാരവും നിക്ഷേപവും പ്രതിരോധ പങ്കാളിത്തവും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടും എന്നത് തന്നെയാണ് ഇരു രാജ്യങ്ങളും പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയും ജനാധിപത്യ സംവിധാനവും ആഗോളതലത്തിൽ കൂടുതൽ അംഗീകാരം നേടുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ സന്ദർശനത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ ബ്രഹ്മോസ്, അസ്ത്ര, EVM, സബാംഗ് തുറമുഖം, ഈ 4 നിർണായക മേഖലകളിലെ സഹകരണം ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധത്തെ പുതിയൊരു തന്ത്രപ്രധാന ഘട്ടത്തിലേക്ക് ഉയർത്തുമെന്ന് തന്നെയാണ് ഇവിടെ ഈ ഒരു സൂചന നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.